ഒരു 10 സെന്റിനകത്ത് 1000 തൈ നടാം. ഒരു തൈയിൽ നിന്ന് ഏകദേശം 40 പൂക്കൾ കിട്ടും. അപ്പം ഏതാണ്ട് ഒരു തൈയിൽ നിന്ന് ഏകദേശം 1/2 കിലോ, സാധാരണ പരിചരണത്തിൽ 1/2 കിലോ പൂക്കൾ കിട്ടും. നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ 1 കിലോ വരെ പൂക്കൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാകുമ്പോൾ 10,000 തൈ ഉണ്ടെങ്കിൽ എത്ര കിലോ കിട്ടുമെന്നും അതിന് എത്ര വില കിട്ടുമെന്നും ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജെണ്ടുമല്ലി കൃഷിയെ കുറിച്ചാണ്. അപ്പം കേരളത്തിൽ എമ്പാടും ഇപ്പം നമ്മുടെ കുടുംബശ്രീകളും വനിതകളും തരിശു പറമ്പുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇതേപോലെ ജെണ്ടുമല്ലി കൃഷിയാണ്. അപ്പം ജെണ്ടുമല്ലി കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ഓണക്കാലത്താണ് കൃഷി ചെയ്യുന്നത്. വാസ്തവത്തിൽ ഓണക്കാലത്ത് മാത്രമല്ല ജെണ്ടുമല്ലി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഓണക്കാലത്തുള്ള ജൂൺ കാലം, അതുപോലെ തന്നെ സെപ്റ്റംബർ ഒരു സീസൺ, പിന്നെ കഴിഞ്ഞ് ഏപ്രിൽ, അങ്ങനെ 3 സീസണിലായിട്ട് കൃഷി ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാ ഉത്സവങ്ങൾക്കും ഇത്തരത്തിലുള്ള പൂക്കൾ, നമ്മുടെ ജെണ്ടുമല്ലി അല്ല ബന്ദിപ്പൂക്കൾ, നമ്മുടെ ക്ഷേത്ര ചടങ്ങുകൾക്ക്, മാല കെട്ടാൻ, ബൊക്കകൾക്ക്, അങ്ങനെ നിത്യവും ആവശ്യമുള്ള ഒരു പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ പറയാനുള്ളത്, ജെണ്ടുമല്ലി കൃഷിയാണെങ്കിൽ വർഷത്തിൽ 3 സീസൺ കൃഷി ചെയ്യാം. അതുകൊണ്ട് വളരെ ഹ്രസ്വകാല വിളവെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെയിൽ കിട്ടുന്ന മണൽ കലർന്ന പശുമരാശി മണ്ണിലൊക്കെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാം എന്ന് വിചാരിച്ച് മറ്റു മണ്ണിലും കൃഷി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആഴമുള്ള ചുവന്ന മണ്ണിലും വെട്ടുകൽ മണ്ണിലും ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് ജെണ്ടുമല്ലി. ജെണ്ടുമല്ലി 2-3 തരത്തിലുണ്ട്. ഫ്രഞ്ച് ജെണ്ടുമല്ലിയുണ്ട്, നമ്മുടെ ആഫ്രിക്കൻ ജെണ്ടുമല്ലി. നമ്മൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ആഫ്രിക്കൻ ജെണ്ടുമല്ലി. ആഫ്രിക്കൻ ജെണ്ടുമല്ലിയുടെ പ്രത്യേകത എന്നത് ഇത് ആഫ്രിക്കൻ ജെണ്ടുമല്ലിയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ഒരു 7 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കിട്ടും. ഒരു ചെടിയിൽ നിന്ന് തന്നെ 10-40 പൂക്കൾ കിട്ടും. അപ്പം ആദായകരമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ്. കൃഷിയിലെ ഏറ്റവും നല്ല വിളയാണ് ജെണ്ടുമല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ജെണ്ടുമല്ലി എന്ന് പറഞ്ഞാൽ തൈകൾ ഉണ്ടാക്കി നടുക എന്നുള്ളതാണ്. തൈകൾ നല്ല ഹൈബ്രിഡ് തൈകൾ, പിന്നെ നമ്മുടെ മഞ്ഞ നിറത്തിലുള്ള ഡീപ്പ് മഞ്ഞ, അതുപോലെ ഓറഞ്ച്, കടും ഓറഞ്ച്, അങ്ങനെ 4 തരത്തിലുള്ളതുണ്ട്. പിന്നെ വെള്ള നിറത്തിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആദ്യം പറഞ്ഞ 4 നിറത്തിലുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. വെള്ള അപൂർവമായിട്ടെങ്കിലും കൃഷിയുണ്ട്, അതും നല്ലതാണ്. ഏതാണെങ്കിലും ഇതിൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിച്ചിട്ട് പാകി പറിച്ച് വേണം നടാൻ. ജിഫി ബാഗുകൾ ഉപയോഗിച്ച് നമുക്ക് പാകാം. ജിഫി ബാഗുകൾ നമ്മൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകളും ഓൺലൈനിൽ നമുക്ക് കിട്ടും. അപ്പം ഓൺലൈനിൽ വിത്തുകൾ ബുക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണും. ഓരോ സീഡിൻ്റെയും ചിത്രങ്ങൾ കാണും. അപ്പം നമുക്ക് വിപണിക്ക് പ്രിയപ്പെട്ട കളറുള്ള ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. തൈകൾ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വാട്ടരോഗം ഒരു ബാക്ടീരിയൽ രോഗമാണ്. വാട്ടരോഗത്തിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും ബാക്ടീരിയൽ ഡിസീസ് റെസിസ്റ്റൻ്റ് സീഡെന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും. അത്തരം സീഡുകൾ തന്നെ വാങ്ങണം, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. പിന്നെ നമ്മൾ ജിഫി ബാഗിൽ പാകി ഒരു 3 ആഴ്ച പ്രായമെത്തിയ തൈകളാണ് നടാൻ ഉത്തമം. അത് നമ്മൾ വാരങ്ങളെടുത്ത് ഇതേപോലെ, ഇതിപ്പോൾ വാരം എടുത്താണ് നട്ടിരിക്കുന്നത്, ഇതേപോലെ വാരം എടുത്ത് നടുക. വാരം എടുത്ത് നടുമ്പോൾ ഒരു 3 ആഴ്ച പ്രായമെത്തിയ തൈകളാണ് നടേണ്ടത്. 1/2 മീറ്റർ അകലത്തിൽ തന്നെ വേണം നടാൻ. കാരണം ഇത് നന്നായിട്ട് ബ്രാഞ്ച് ഉണ്ടാവുന്നതാണ്, ഇത്രയും ബ്രാഞ്ച് ഉണ്ടാവുന്നതാണ്. അപ്പം 2 ചെടികൾ തമ്മിലും 2 വരികൾ തമ്മിലും ഏകദേശം 1/2 മീറ്റർ അകലം കൊടുക്കണം. വളരെ അടുപ്പിച്ച് നട്ടാൽ കഴിഞ്ഞാൽ ഈ ശിഖരങ്ങൾ കുറഞ്ഞു പോകും, അത്രത്തോളം പൂക്കൾ കുറയും. അപ്പം നടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ വീഡ് മാറ്റ് വിരിക്കാം. കളകൾ ഉണ്ടാവാതിരിക്കാൻ വീഡ് മാറ്റ് വിരിച്ചിട്ട്, വാരങ്ങളിൽ വീഡ് മാറ്റ് വിരിച്ചിട്ട് തൈകൾ നടുന്നതാണ് ഉത്തമം. അപ്പം 3 ആഴ്ച പ്രായമുള്ള, പരമാവധി 1 മാസം പ്രായമെത്തിയ തൈകളാണ്. അതായത് 4 തട്ടെങ്കിലും ഉണ്ടാവണം, 4 തട്ടുകൾ തൈകൾക്ക്. അത്തരം തൈകളാണ് നടേണ്ടത്. നട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നടുന്ന ഒരു 10-15 ദിവസത്തിൽ ഒരിക്കൽ വീതം സ്യൂഡോമോണാസ് ഫ്ലൂറിസെൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിച്ചുകൊണ്ട് ഇരുന്നാൽ നമ്മുടെ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ്, ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അത് പതിവായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അടിവളമായിട്ട് ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ഈ പറയുന്ന ബാക്ടീരിയൽ വാട്ടം വരാതിരിക്കും. അപ്പോൾ അടിവളമായിട്ട് നമ്മൾ നടുമ്പോൾ, അടിവളമായിട്ട് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ തന്നെ മണ്ണിൻ്റെ പുളി കുറയ്ക്കാൻ സെൻറ്റിന് 2 കിലോ എന്ന രീതിയിൽ ഡോളോമേറ്റ് ഇട്ട് മണ്ണ് നല്ല പുളി കളഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമേ തൈകൾ നടാവൂ. നടുമ്പോൾ വാരമെടുക്കുമ്പോൾ അടിവളങ്ങൾ ചേർക്കണം. അടിവളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് ഒരു 80 മുതൽ 100 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഈ വാരത്തിലിട്ട് കൊടുക്കാം, അല്ലെ തടത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം അതിനോടൊപ്പം തന്നെ രാജിഫോസ് എന്ന് പറഞ്ഞ വേര് വളരാനുള്ള വളം കൂടി അടിവളമായിട്ട് സെൻറ്റിന് 2 കിലോ എന്ന തോതിൽ കൊടുക്കണം. വാരങ്ങൾ അടിവളം ഇട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വളർച്ചയെത്തിയ തൈകൾ
അത് 3-4 ആഴ്ച എങ്കിലും പ്രായമെത്തി, അതിനപ്പുറം ആവരുത്, 3-4 ആഴ്ച പ്രായമെത്തിയ തൈകളാണ് നടേണ്ടത്. നടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 സെൻറ്റിമീറ്റർ സ്പേസിങ് കൊടുത്ത് നടുമ്പോൾ, നട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വളപ്രയോഗം നടത്തണം. നട്ട് ഒരു 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ആദ്യത്തെ വളം ചെയ്യണം. ആദ്യത്തെ വളം എന്ന് പറയുമ്പോൾ ജൈവസ്ലറി നല്ലതായിരിക്കും. പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഓരോ കിലോ വീതം എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പുളിപ്പിച്ചെടുക്കുന്ന 5-6 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ആഴ്ച തോറും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 19 എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്, 19 പുതുതലമുറ വളമാണ്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 5 ദിവസത്തിലൊരിക്കൽ വൈകുന്നേരങ്ങളിൽ ഈ ചെടികളുടെ ഇലയിൽ തളിച്ചു കൊടുക്കുക. അത് ഫ്ലവറിങ് വരെ, അത് പൂമൊട്ട്, ആദ്യമായിട്ട് പൂമൊട്ട് 45-ാമത്തെ ദിവസം നമ്മൾ ജെണ്ടുമല്ലി നട്ടാൽ പൂ വരും, നല്ലപോലെ ശുശ്രൂഷിച്ച പൂ വരും. അപ്പം 45-ാമത്തെ ദിവസം ഈ പൂക്കണ്ണി വന്നാൽ ഉടൻ ഈ 999 നിർത്തുക. പകരം പിന്നെ ചെയ്യേണ്ടത് 13-0-45 എന്ന് പറഞ്ഞ ഒരു വളമാണ്, പുതുതലമുറ വളമാണ്. അതും ഈ പറഞ്ഞ രീതി 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കാൽസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന പേരിലാണ് ഇത് വിപണി കിട്ടുന്നത്, 13-0-45. ഇത് നമ്മൾ ഈ പറഞ്ഞ രീതി 19 അടിച്ചതുപോലെ വൈകുന്നേരങ്ങളിൽ 5 ദിവസം ഇടവേള ഇട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുക. അതുകൂടാതെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്, അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഇലകൾ തളിച്ചു കൊടുക്കുക, സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാന വളപ്രയോഗം. ഇത്രയും വളം ചെയ്താൽ ഇതേപോലെ നന്നായിട്ട് പൂവുണ്ടായി, നമുക്ക് നന്നായിട്ട് നല്ല വലിപ്പമുള്ള പൂവുകൾ ഉണ്ടാകും. അപ്പം പ്രധാനമായിട്ട് ഈ വളപ്രയോഗത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഈ വിളവ് കിട്ടത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പം അല്ലെങ്കിൽ നല്ല ഫലഭൂഷ്ടമായ മണ്ണായിരിക്കണം. ഫലഭൂഷ്ടമായ മണ്ണാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വളം ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് വളർന്നു വരും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മണ്ണുകൾ അത്രത്തോളം ഫെർട്ടൈലല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞാണ് ശരിയായ വളപ്രയോഗം, ലാഭകരമായ വളപ്രയോഗം. എന്ന് വെച്ചാൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വളരെ വേഗം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയുള്ള ഗുണം ചെടികൾ കാണാം. അതേസമയം നമുക്ക് വേണമെങ്കിൽ യൂറിയയും പൊട്ടാഷ്യം ചോട്ടിലിട്ട് കൊടുക്കാം. പക്ഷെ മണ്ണിലിട്ട് കൊടുത്താൽ വളരെ സാവധാനമാണ് ഈ ചെടിയിലേക്ക് അത് കിട്ടുന്നത്, കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഫോളിയറായിട്ട് കൊടുക്കുമ്പോൾ ഒട്ടും വിനിമയ നഷ്ടം കൂടാതെ ചെടികൾക്ക് വേഗം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫോളിയർ പച്ചക്കറിക്കും ഈ പറയുന്ന പൂച്ചെടികൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു വളപ്രയോഗമാണ് നല്ലത്. അപ്പം ബന്ദിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ബന്ദി നട്ട് നമ്മൾ ഒരു 3-4 ആഴ്ച പ്രായമുള്ള തൈകളാണല്ലോ നടുന്നത്. നട്ടൊരു 20 ദിവസത്തിനും 30 ദിവസത്തിനും ഇടയ്ക്ക് ഇതിൻ്റെ മണ്ട നുള്ളണം. ഇങ്ങനെ മണ്ട നുള്ളുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ മണ്ട നുള്ളുക, ഇതും ഈ നുള്ളിയ മണ്ട വീണ്ടും നമുക്ക് കുഴിച്ചു വെച്ചാൽ ഇതും വീണ്ടും ഒരു പുതിയ തൈയായി വരും. അത് മാത്രമല്ല, ഇങ്ങനെ മണ്ട നുള്ളുന്നതുകൊണ്ട് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവും, ശിഖരങ്ങളുണ്ടാവും. കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാവും. അപ്പം ബന്ദി കൃഷിയുടെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിൻ്റെ പ്രൂണിങ് ആണ്. അപ്പം മറക്കാതിരിക്കുക, നമ്മൾ ബന്ദി 3-4 ആഴ്ച പ്രായമുള്ള തൈയാണ് നടുന്നത്. തൈ നട്ട് ഒരു 20-നും 30-നും ഇടയ്ക്ക് നമ്മളിതിൻ്റെ കൃത്യമായിട്ട് ഇതുപോലെ മണ്ട നുള്ളി മാറ്റണം. മണ്ട നുള്ളി മാറ്റിയാൽ മാത്രമേ കൂടുതൽ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ ഉണ്ടാവുള്ളൂ. ആ ശിഖരങ്ങൾ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഓരോ ശിഖരത്തിലും പൂക്കൾ ഉണ്ടാവും. വേണമെങ്കിൽ ഇങ്ങനെ വരുന്ന ശിഖരങ്ങളും ഒരു 5 ദിവസം കഴിഞ്ഞ് ഒരു 35 ദിവസം ഈ ശിഖരങ്ങളുടെയും വേണമെങ്കിൽ മണ്ട നുള്ളാം. അപ്പോൾ അവിടുന്ന് പുതിയ എത്തുകൾ പൊട്ടിക്കൊണ്ട് കൂടുതൽ ശിഖരങ്ങളുണ്ടാകും. എന്തായാലും മെയിൻ ബ്രാഞ്ച് ഇതേപോലെ 20-നും 30-നും ഏറ്റവും നല്ല സമയം 28 ദിവസമാണ്. 28 ദിവസം പ്രായമെത്തിയ, നട്ട് 28 ദിവസം പ്രായമെത്തിയ തൈകളാണ് പ്രൂണിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യമാണ് ഈ ബന്ദി കൃഷിയിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിപ്പം നട്ടിട്ട് ഈ പറഞ്ഞ ദിവസമായിട്ടുണ്ട്. നമുക്കിതേപോലെ ഒരു മാസമൊക്കെ ആയി, നമുക്കിതേപോലെ മണ്ട നുള്ളി കൊടുക്കാം. മണ്ട നുള്ളി കൊടുത്താൽ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും. ഇങ്ങനെ നുള്ളുന്നത് ഒരു കാരണവശാലും കളയരുത്. വീണ്ടും നമുക്ക് കുഴിച്ചു വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇനി പറയാനുള്ള ഇതിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ പച്ചക്കറികൾക്ക് വരുന്ന പോലെ തന്നെ ഈ പൂച്ചെടികൾക്കും ബന്ദിക്ക് അടക്കം ഈ പലതരം കീടങ്ങൾ വരും. ഈ പൂമൊട്ട് തിന്നുന്ന പുഴുക്കളുണ്ട്, ഈ പൂവിനകത്ത് വരുന്ന പുഴുക്കളുണ്ട്, ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. ആ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു ഫംഗസിൻ്റെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു 10 ദിവസത്തിലൊരിക്കൽ ഈ ചെടികളിൽ തളിച്ചു കൊണ്ടിരുന്നാൽ
വൈകുന്നേരം വേണം തളിക്കാൻ, കാരണം ഇതൊരു ജീവിയാണ്, നല്ല വെയിലുള്ള പഠിച്ചാൽ വേറിയ ചത്തുപോകും. അപ്പം 10 ദിവസത്തിൽ ഒരിക്കലും ഇങ്ങനെ തളിച്ചുകൊണ്ടിരുന്നാൽ കീടങ്ങളൊന്നും വരില്ല. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉണ്ടാക്കി അടിക്കാം. 20 ഗ്രാം വെളുത്തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സിയിൽ അരിച്ച് നീരെടുക്കുക. എന്നിട്ട് വേറെ 1 ലിറ്റർ വെള്ളത്തിൽ ഇത്തിരി സോപ്പ് കലക്കിയിട്ട് അതിൽ 20 മില്ലി വേപ്പെണ്ണ ചേർത്തിളക്കിയ മിശ്രിതത്തിലേക്ക് നമ്മുടെ വെളുത്തുള്ളി മിശ്രിതം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി 1 ലിറ്റർ കിട്ടും. ആ 1 ലിറ്റർ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ അടിച്ചാലും ഈ പറയുന്ന കീടങ്ങളെ, പച്ചക്കറികൾക്കും ഇത് നല്ലതാണ്. പിന്നെ കടയിൽ നിന്ന് നിംബിസിഡ്, നിമാസോൾ, അസാഡിറാക്റ്റിൻ എന്നൊക്കെ പേരിലുള്ള വേപ്പധിഷ്ഠിത കീടനാശിനി കിട്ടും. അത് ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ വല്ലപ്പോഴും തളിച്ചു കൊടുത്താലും ഇതിൻ്റെ കീടബാധകൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കീടങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. പിന്നെ നമുക്ക് രോഗങ്ങളാണ്. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ വാട്ടമാണ്. ബാക്ടീരിയൽ വാട്ടം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് വാടി വീഴുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തുകൾ തന്നെ വാങ്ങി കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടിവളമായിട്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന വാട്ടരോഗം വരത്തില്ല. പിന്നെ നമുക്ക് പുറമെ ഈ നട്ട് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്യൂഡോമോണാസ് ഫ്ലോറിസെൻസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ കൾച്ചർ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 10 ദിവസത്തിലൊരിക്കൽ ഈ ചെടികൾ തളിച്ചു കൊടുത്താൽ വാട്ടരോഗം വരില്ല. അതുപോലെ തന്നെ ട്രൈക്കോഡർമ വിറിഡെ എന്ന് പറഞ്ഞ ഒരു കുമിളിൻ്റെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. ഇതും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ അതിനകത്ത് ഫ്രഷ് ചാണകം, സ്യൂഡോമോണാസ് ആണെങ്കിലും ട്രൈക്കോഡർമ ആണെങ്കിലും ഫ്രഷ് ചാണകം ഒരു 20 ഗ്രാം തന്നെ കലക്കി ആ തെളിവെള്ളത്തിൽ ഈ ട്രൈക്കോഡർമയും സ്യൂഡോമോണാസും കലക്കിയിട്ട് തളിക്കുകയാണെങ്കിൽ കൂടുതൽ മെച്ചം ഉണ്ടാകും. അതിൻ്റെ പിന്നെ വീര്യം കൂടും. കാരണം ഈ ചാണകവെള്ളത്തിൽ ട്രൈക്കോഡർമയും സ്യൂഡോമോണാസും വളരെ വേഗം മൾട്ടിപ്പിൾ ചെയ്യും. എന്താ വെച്ചാൽ വംശവർദ്ധനം ഉണ്ടാകും. അതായത് ജീവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന പിന്നെ ബാക്ടീരിയൽ വാട്ടം അടക്കമുള്ള, അല്ലെങ്കിൽ ഇലകരിച്ചിലടക്കമുള്ള, ഇലവാട്ടം അടക്കമുള്ള എല്ലാ രീതിയിലുള്ള ഈ ബന്ദികളുടെ അസുഖങ്ങൾ, രോഗങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് വീടിൻ്റെ പരിസരത്തൊക്കെ കൃഷി ചെയ്താൽ കൊതുക് ശല്യം കുറയും. അതേപോലെ തന്നെ നമ്മളിത് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴും, അതുപോലെ വാഴ കൃഷി ചെയ്യുമ്പോഴും, തെങ്ങ് കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയിൽ ഈ ബന്ദി കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീടബാധകളെ തടയാൻ കഴിയും. കീടബാധകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെള്ളീച്ച പോലെയുള്ള സാധനങ്ങൾ ഈ മഞ്ഞ പൂവിലേക്ക് ആകർഷിക്കും. വെള്ളീച്ച എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ പച്ചക്കറിക്കൊക്കെ. അപ്പോൾ വെള്ളീച്ച പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ തടത്തിലും വാഴത്തടത്തിലും കുരുമുളകിൻ്റെ തടത്തിലും ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ നിമറ്റോഡുകളെ തുരത്താൻ കഴിയും. നമ്മുടെ ഈ കൃഷികൾക്ക് പ്രധാന കീടമാണ് നിമറ്റോഡ്. മണ്ണിൽ കൂടി ഉണ്ടാകുന്ന ഒരുതരം വിരകളാണ് നിമ വിരകൾ. അത് വേരിൽ കയറുന്നതാണ്. അതിനെ കൊന്നു കളയാനുള്ള ശേഷി ഇതിൻ്റെ വേരുകൾക്കുണ്ട്. അപ്പം പരിസ്ഥിതി പ്രാധാന്യം കൂടിയുള്ള ഒരു വിളയാണ് ബന്ദി എന്ന കാര്യം മറക്കാതിരിക്കുക. അതോടൊപ്പം 3 സീസണിലും കൃഷി ചെയ്യാം. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജൂൺ മാസത്തിൽ കൃഷി ചെയ്ത് നമുക്ക് ഓണത്തിന് വിളവെടുക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ കൃഷി ചെയ്താൽ നമുക്ക് ഉത്സവകാലത്ത്, നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവകാലത്ത് നമുക്ക് വിളവെടുക്കാം. ഒരു ഫെബ്രുവരിയിൽ കൃഷി ചെയ്താൽ നമുക്ക് വിഷുവിന് വിളവെടുക്കാം. അങ്ങനെ 3 സീസണിൽ കൃഷി ചെയ്യാം. ഏതാണ്ട് ഒരു ഹ്രസ്വകാല വിള എന്ന നിലയ്ക്ക് 2-3 മാസമാണ് ഇതിൻ്റെ ആയുസ്സുള്ളത്. അപ്പം 3 മാസം നമുക്ക് ഇതുപോലെ ഇപ്പം ഒരു 10 സെൻറ്റിനകത്ത് 1000 തൈ നടാം. ഒരു തൈയിൽ നിന്ന് ഏകദേശം 40 പൂക്കൾ കിട്ടും. അപ്പം ഏതാണ്ട് ഒരു തൈയിൽ നിന്ന് ഏകദേശം 1/2 കിലോ, സാധാരണ പരിചരണത്തിൽ 1/2 കിലോ പൂക്കൾ കിട്ടും. നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ 1 കിലോ വരെ പൂക്കൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാകുമ്പോൾ 10,000 തൈ ഉണ്ടെങ്കിൽ എത്ര കിലോ കിട്ടുമെന്നും അതിന് എത്ര വില കിട്ടുമെന്നും ഒക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം നല്ല ലാഭകരമായ നമ്മുടെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ബന്ദി കൃഷി.